ഹലോ ഫ്രണ്ട്സ്, PSC എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നിരന്തരം നമ്മുടെ PSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോർഷനാണ് എന്തെന്ന് പറയുന്നത്, ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുന്നത്. ഭരണഘടനാ ഭേദഗതികൾ പലതരത്തിൽ നമ്മുടെ PSC എക്സാമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ CPO, വുമൺ CPOക്കൊക്കെ ചോദിച്ചതാണ്. നിരന്തരം എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ് ഭരണഘടനാ ഭേദഗതി. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് നോക്കാനാണ് പോകുന്നത്. എല്ലാവരും ഓക്കെ അല്ലേ? പഠിക്കാം. ഒന്നാം ഭേദഗതി. നാം ഓർത്ത് വെക്കുക, നമ്മുടെ ഭരണഘടനയുടെ സുപ്രധാന ഭരണഘടനാ ഭേദഗതികളിൽ ഒന്നാം ഭേദഗതി എന്ന് പറയുന്നത് 1951. അങ്ങനെ അങ്ങ് ഓർത്താൽ മതി. ഒന്നാം ഭേദഗതി 51 വർഷം, 1951 വർഷം ഒന്നാം ഭേദഗതി. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1951 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നടേ? ജവഹർലാൽ നെഹ്റു ആണ്. ആ സമയത്തെ പ്രസിഡന്റ് അപ്പോൾ ആരായിരിക്കും? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഒന്നാം ഭേദഗതി 1951. നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി, രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? പ്രസിഡന്റ് എന്ന് പറയുന്നത്. 9ാം പട്ടിക കൂട്ടിച്ചേർത്തു അല്ലേ? 9ാം പട്ടിക ഷെഡ്യൂൾ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്തു. അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് ഒന്നാം ഭേദഗതി. ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് കൂട്ടിച്ചേർത്തത്? 31A-യും 31B-യും ആണ് കൂട്ടിച്ചേർത്തത്. 31A-യും 31B-യും. 9ാം പട്ടിക കൂട്ടിച്ചേർത്തു, 31A-യും 31B-യും കൂട്ടിച്ചേർത്തു. ഓക്കെ അല്ലേ? ഒന്നാം ഭേദഗതി 1951. അടുത്ത് വരുന്നത് 7ാം ഭേദഗതി 1956. ഒന്നാമത്തത് 1951 കഴിഞ്ഞു. അത് കഴിഞ്ഞെന്താ? 1956 7ാം ഭേദഗതി. പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു തന്നെ ആയിരുന്നു. 56 പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഒരു വ്യക്തിയെ തന്നെ 2 അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കാവുന്നതാണെന്ന് വ്യവസ്ഥ ചെയ്തു. ഒരു വ്യക്തിയെ തന്നെ 2 അതിലധികമോ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കാവുന്നതാണെന്ന് വ്യവസ്ഥ ചെയ്തു. ഏതൊക്കെ അനുച്ഛേദങ്ങളാണ് കൂട്ടിച്ചേർത്തത്? 258A, 290A, 298. അപ്പോൾ നോക്കിക്കോ, 258A, 290A, 298, 350A, 350B, 371, 372A, 378A. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കോ, കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണിടെ? 258A, 290A, 298, 350A, 350B, 371, 372A, 378A. അപ്പോൾ ഒന്നാം ഭേദഗതി 1951, 7ാം ഭേദഗതി 1956. അടുത്ത് വരുന്ന ഭേദഗതി എന്ന് പറയുന്നത് 9ാം ഭേദഗതി 1960. 9ാം ഭേദഗതി എന്നായിരുന്നു? 9ാം ഭേദഗതി 1960. പ്രധാനമന്ത്രി അപ്പോഴും ആര് തന്നെയാണ്? നമ്മുടെ നെഹ്റു തന്നെയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പ്രസിഡന്റ്. 1958 ഇന്ത്യ പാക് ഉടമ്പടി പ്രകാരം 1958 ഇന്ത്യ പാക് ഉടമ്പടി പ്രകാരം ബർബറി യൂണിയൻ, അതായത് പശ്ചിമ ബംഗാൾ എന്ന പ്രദേശം പാകിസ്ഥാന് നൽകാൻ വ്യവസ്ഥ ചെയ്തതാണ് 9ാം ഭേദഗതി 1960 എന്ന് പറയുന്നത്. 10ാം ഭേദഗതി 1961. ആ 10ാം ഭേദഗതി എന്ന 1961 പ്രധാനമന്ത്രി നെഹ്റു തന്നെയാണ്. നമ്മുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ അല്ലേ? ഏകദേശം നമ്മുടെ 12ാം ഭേദഗതി 61 വരെ ആര് തന്നെയാണ്? നെഹ്റുവും രാജേന്ദ്ര പ്രസാദും തന്നെയാണ്. കേട്ടോടെ. അപ്പോൾ 10ാം ഭേദഗതി 1961 പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു, പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്. പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശമായിരുന്ന ദാദ്ര നഗർ ഹവേലിയെ കേന്ദ്രഭരണ പ്രദേശമായി ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമാണ്? 10ാം ഭേദഗതി പ്രകാരം. 1961 10ാം ഭേദഗതി. 11ാം ഭേദഗതിയും 1961 തന്നെയാണ്. അപ്പോൾ 1961 2 ഭേദഗതികളാണ് വന്നത്, 10ഉം 11. 11,
രണ്ടെണ്ണമല്ലേ. നമ്മുടെ 1961 പ്രകാരമാണെങ്കിൽ മൂന്ന് ഭേദഗതികളാണ് വന്നത്. 10, 11, 12 3 ഭേദഗതികളാണ് വന്നത്. അപ്പോൾ 11ാം ഭേദഗതി നെഹ്റുവും രാജേന്ദ്ര പ്രസാദും തന്നെയായിരുന്നു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വഴി ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തിരുന്ന രീതി മാറ്റി ഇലക്ടറൽ കോളേജ് ഏർപ്പെടുത്തിയതാണ് 11ാം ഭേദഗതി 1961. ഓക്കെ അല്ലേ. അപ്പോൾ 61-ലെ 12ാം ഭേദഗതി അടുത്ത് പറയുന്നത് നെഹ്റുവും രാജേന്ദ്ര പ്രസാദും തന്നെയായിരുന്നു. പ്രധാനമന്ത്രി നെഹ്റുവും പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദും. പോർച്ചുഗീസുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ഗോവ, ദാമൻ ആൻഡ് ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തതാണ് ഏതെന്ന് പറയുന്നത് 1961-ലെ 12ാം ഭേദഗതി. 1962-ൽ 13ാം ഭേദഗതി നിലവിൽ വന്നപ്പോൾ പ്രധാനമന്ത്രിയായിരുന്നത് നെഹ്റുവും പ്രസിഡന്റും നമ്മുടെ രാജേന്ദ്ര പ്രസാദും മാറി ആരായി? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, നമ്മുടെ രണ്ടാമത്തെ പ്രസിഡന്റ് അല്ലേ, ഡോക്ടർ എസ് രാധാകൃഷ്ണനായി മാറി. അനുച്ഛേദം 371A പ്രകാരം നാഗാലാൻഡ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണമാണ് 13ാം ഭേദഗതി 1962-ൽ വരുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് 1962-ലെ 14ാം ഭേദഗതി. ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു ഈ സമയത്തെ പ്രസിഡന്റ്, നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി. പുതുച്ചേരിയെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തതാണ് 14ാം ഭേദഗതി. അനുച്ഛേദം 239A പ്രകാരമാണ് കൂട്ടിച്ചേർത്തത്. 1963-ൽ 15ാം ഭേദഗതി. പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു, പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 ഉയർത്തി. ഹൈക്കോടതികളുടെ സിറ്റിംഗിൽ വിരമിച്ച ജഡ്ജിമാരെ നിയമിക്കുക എന്ന് വ്യവസ്ഥ ചെയ്തു. അനുച്ഛേദം 224A പ്രകാരം. ഇതാണ് 15ാം ഭേദഗതി എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് തുടർന്ന് വരുന്ന ഭേദഗതികളാണ് നമ്മുടെ PSC പരീക്ഷയിൽ പ്രധാനമായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. 21ാം ഭേദഗതി 1967 ഇമ്പോർട്ടൻ്റ്. 1967-ലെ 21ാം ഭേദഗതി ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. പ്രസിഡന്റ് ആരായിരുന്നു? VV ഗിരിയായിരുന്നു. 8ാം പട്ടികയിൽ 15ാമത് ഭാഷയായി സിന്ധി ഉൾപ്പെടുത്തി. ഓക്കെ അല്ലേ. അടുത്തു വരുന്നത് വെരി ഇമ്പോർട്ടൻ്റ് 1971-ലെ 24ാം ഭേദഗതി. 1971-ലെ 24ാം ഭേദഗതി. പ്രസിഡന്റ് VV ഗിരിയും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായിരുന്നു. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ചു. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് സ്ഥാപിച്ചതാണ് 24ാം ഭേദഗതി. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തതും ഈ 24ാം ഭേദഗതി പ്രകാരമാണ്. 1971-ലാണ് 24ാം ഭേദഗതി. 26ാം ഭേദഗതിയും 1971-ൽ തന്നെയാണ്. ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി, VV ഗിരി ആയിരുന്നു പ്രസിഡന്റ്. മുൻ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് എന്ത് ചെയ്തു? നിർത്തലാക്കി കേട്ടോ. അടുത്തത് 29ാം ഭേദഗതി 1972. ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി, VV ഗിരിയായിരുന്നു പ്രസിഡന്റ്. കേരള ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകി. ഭൂപരിഷ്കരണ നിയമങ്ങളെ 9ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയത് 29ാം ഭേദഗതിയാണ്. ഓക്കെ അല്ലേ. അടുത്തത് 1972-ലെ 31ാം ഭേദഗതി. 72 ഓർക്കണയുടെ. 72-ലെ 31ാം ഭേദഗതി. ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി, പ്രസിഡന്റ് VV ഗിരിയായിരുന്നു. ലോക്സഭയിലെ അംഗസംഖ്യ 525-ൽ നിന്ന് 545 മാറ്റിയത് 31ാം ഭേദഗതി പ്രകാരമാണ്. 32ാം ഭേദഗതി 1973. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലെ തെലങ്കാന, ആന്ധ്ര എന്നീ പ്രദേശങ്ങളുടെ അവകാശ സംരക്ഷണം അനുച്ഛേദം 371D, 371E എന്നിവ കൂട്ടിച്ചേർത്തു. 32ാം ഭേദഗതി. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു, പ്രസിഡന്റ് VV ഗിരിയായിരുന്നു. 33ാം ഭേദഗതി 1974. ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി, VV ഗിരിയായിരുന്നു പ്രസിഡന്റ്. MP, MLA എന്നിവർ സമ്മർദ്ദത്തിന് വിധേയരായി രാജിവെക്കുന്നത് തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയതാണ് 33ാം ഭേദഗതി. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. 1974-ലെ 35ാം ഭേദഗതി. നമ്മുടെ പ്രസിഡന്റ് VV ഗിരി മാറി ആരായി? ഫക്രുദ്ദീൻ അലി അഹമ്മദായി. ഓക്കെ അല്ലേ. ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. സിക്കിമിന് അസോസിയേറ്റ് സംസ്ഥാനം എന്ന പദവി നൽകിയത് 35ാം ഭേദഗതി പ്രകാരമാണ്.
അടുത്തത് 36 ഭേദഗതി 1975. അസോസിയേറ്റ് സ്റ്റേറ്റ് ആയിരുന്നു സിക്കിമിന് സംസ്ഥാന പദവി നൽകി. ഓക്കെ അല്ലേ? അസോസിയേറ്റ് സ്റ്റേറ്റ് ആയിരുന്നത് മാറി എന്തായിട്ട് മാറി? സംസ്ഥാനമായിട്ട് മാറിയത് ഈ ഭേദഗതി പ്രകാരമായിരുന്നു. അടുത്ത് നോക്കടേ, 1976 42 ഭേദഗതി. 1976 42 ഭേദഗതി. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. 1976 42 ഭേദഗതി പ്രകാരം ഫക്രുദ്ദീൻ അലി ആയിരുന്നു പ്രസിഡന്റ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇമ്പോർട്ടൻറ്റ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. 1976 42 ഭേദഗതി. നിലവിൽ വന്നത്, ഈ ഭേദഗതി നിലവിൽ വന്നത് എന്നാ? 1977 ജനുവരി 3. അപ്പോൾ 1976 42 ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3 42 ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ഭാഗം 4A, ആർട്ടിക്കിൾ 51A എന്നിവയും ഭരണഘടനയിൽ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. അപ്പോൾ ഭാഗം 4Aയും ആർട്ടിക്കിൾ 51Aയും കൂട്ടിച്ചേർത്തത് ഏത് പ്രകാരമാണ്? 42 ഭേദഗതി പ്രകാരമാണ്. ആർട്ടിക്കിൾ 323A, 323B എന്നിവ കൂട്ടിച്ചേർത്തു. 323A എന്താണേ? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. 323B എന്ന് പറയുന്നത് മറ്റ് ആവശ്യങ്ങൾക്കായുള്ള ഒരു ട്രൈബ്യൂണൽ. അതായത് ഉദാഹരണം നമ്മുടെ നികുതി ഭൂപരിഷ്കരണമൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ മന്ത്രിസഭ നൽകുന്ന ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തു. ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷത്തിലേക്ക് ഉയർത്തിയത് 42 ഭേദഗതി പ്രകാരമാണ്. 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 42 ഭേദഗതി പ്രകാരം. ഏതൊക്കെയാണവ? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഇതെല്ലാം എന്ത് ചെയ്തു? സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 42 ഭേദഗതി പ്രകാരം സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസത്തിൽ നിന്ന് എത്രയായാണ് വർദ്ധിപ്പിച്ചത്? 1 വർഷമായിട്ട് വർദ്ധിപ്പിച്ചു. 42 ഭേദഗതിയിലൂടെ ഭാഗം 3 ഉൾപ്പെടുത്തിയ അനുച്ഛേദങ്ങളാണ് 31Dയും 32Aയും. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 42 ഭേദഗതി. ഗുരുതരമായ ക്രമസമാധാനം സാഹചര്യം നേരിടുന്നതിനായി സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42. അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കാൻ തീരുമാനമെടുത്ത ഭേദഗതി അതാണ് എന്ന് പറയുന്നത് 42 ഭേദഗതി. അത് നിലവിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ 42 ഭേദഗതി. എന്നാ നിലവിൽ വന്നത്? 1977 ജനുവരി 3 നിലവിൽ വന്നത്. ഭാഗം 4Aയും ആർട്ടിക്കിൾ 51A ഒക്കെ കൂട്ടിച്ചേർത്തു. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലിയുടെയും കാലാവധിയൊക്കെ 5 വർഷത്തിൽ നിന്ന് എത്രയാക്കി മാറ്റി? 6 വർഷമായിട്ടൊക്കെ മാറ്റി. ഇതൊക്കെയാണ് 42 ഭേദഗതി 1976 എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് 44 ഭേദഗതി 1978. 44 ഭേദഗതി 1978. മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി. പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. സ്വത്തവകാശത്തെ, ഇമ്പോർട്ടൻറ്റ്, സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ആർട്ടിക്കിൾ 352 അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിലൊന്നായിരുന്ന ആഭ്യന്തര കലാപം എന്നത് മാറ്റി സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. അപ്പോൾ ആർട്ടിക്കിൾ 352 അനുസരിച്ചുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിലൊന്നായിരുന്ന ആഭ്യന്തര കലഹം എന്ന അത് മാറ്റി എന്താക്കി മാറ്റി? സായുധ വിപ്ലവം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 352 ക്യാബിനറ്റ് എന്ന പദം എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തത് 44 ഭേദഗതി പ്രകാരമാണ്. ഏതൊക്കെ ആർട്ടിക്കിളാണടെ? 20, 21 എന്നിവ റദ്ദ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞതാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 44 ഭേദഗതി എന്ന് പറയുന്നത്.
അടുത്ത് പറയുന്നത് ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 44-ാം ഭേദഗതി പാസ്സാക്കിയത്. ഓക്കെ അല്ലേ? ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും വീണ്ടും എന്തായിട്ട് മാറ്റി, 5 വർഷത്താക്കി മാറ്റിയത് ഈ ഭേദഗതി പ്രകാരമാണ്. 44-ാം ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളാണ് 134A, 361A, 300A. 44-ാം ഭേദഗതി വഴി ഒഴിവാക്കിയ അനുച്ഛേദങ്ങളാണ് 31, 257A, 329A എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് 1985-ലെ 52-ാം ഭേദഗതി. പ്രധാനമന്ത്രി ആരായിരുന്നു? 52-ാം ഭേദഗതി പ്രകാരം രാജീവ് ഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു. 1985-ലെ 52-ാം ഭേദഗതി. അപ്പോൾ 42-ാം ഭേദഗതി 1976, 44-ാം ഭേദഗതി 1978, 1985 52-ാം ഭേദഗതി. കൂറുമാറ്റ നിരോധന നിയമം, ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കൂറുമാറ്റ നിരോധന നിയമം വന്നതാണ് 52-ാം ഭേദഗതി. പാർലമെൻറ്റ് അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇതിനകത്താണ്. സഭാധ്യക്ഷനാണ് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. 52-ാം ഭേദഗതി. അടുത്ത് വരുന്നത് 1987-ലെ 56-ാം ഭേദഗതി. രാജീവ് ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. ഗ്യാനി സെയിൽ സിംഗ് തന്നെയായിരുന്നു പ്രസിഡന്റ്. ഗോവ ഇന്ത്യയുടെ 25-ാം സംസ്ഥാനമായിട്ട് മാറി. അനുച്ഛേദം 3711 എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. കൂറുമാറ്റ നിരോധന നിയമം എന്താണ്? 1985-ൽ 52-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സാക്കിയത്. നമ്മുടെ ഭരണഘടനയുടെ 102-ാം അനുച്ഛേദത്തിലാണ് ഭേദഗതി വരുത്തിയത്. 10-ാം പട്ടിക ഭരണഘടനയിൽ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചതിന് ശേഷം ആ പാർട്ടിയിലെ തൻ്റെ അംഗത്വം സ്വമേധയാ രാജിവെക്കുകയോ ആ രാഷ്ട്ര പാർട്ടിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി വോട്ട് ചെയ്യുകയോ സഭയുടെ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്താൽ പ്രസ്തുത അംഗത്തിന് തൻ്റെ സഭാംഗത്വം നഷ്ടപ്പെടും. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് ലോക്സഭാംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് രാജ്യസഭാ ചെയർമാനുമാണ്. കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ലാൽ ദുഹോമ. മിസോറാംകാരനാണ് ലാൽ ദുഹോമ. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗമാണ് ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളുടെ വുമൺ CPക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 1989-ലെ 61-ാം ഭേദഗതി. രാജീവ് ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. ഇവരെയൊക്കെ ഓർത്ത് വയ്ക്കണം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. രാജീവ് ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. R വെങ്കട്ടരാമനായിരുന്നു പ്രസിഡന്റ്. ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 1988 ഡിസംബർ 15-നും രാജ്യസഭ പാസ്സാക്കിയത് 1988 ഡിസംബർ 20-നായിരുന്നു. പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ച നിയമം പ്രാബല്യത്തിൽ വന്നത് 1989 മാർച്ച് 28-നാണ്. ഈ ഭേദഗതിയുടെ പ്രത്യേകത ശ്രദ്ധിച്ചോളണയുടെ, വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സാക്കി കുറച്ചു. 1989-ൽ 61-ാം ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സായി കുറച്ചു. ഭരണഘടനയുടെ 326-ാം അനുച്ഛേദത്തിലാണ് ഭേദഗതി വരുത്തിയത്. ഏത് ഭേദഗതിയിലാണ്? 326-ാം അനുച്ഛേദത്തിൽ ഭേദഗതി വരുത്തി. അപ്പോൾ എന്താണിടെ 1989-ൽ വന്ന 61-ാം ഭേദഗതി പ്രകാരം 18 വോട്ടിംഗ് പ്രായം എന്ത് ചെയ്തു? 21-ൽ നിന്ന് 18 കുറച്ചു. ഏത് അനുച്ഛേദത്തിലാണ്? 326-ാം അനുച്ഛേദത്തിൽ ഭേദഗതി വരുത്തി. ഓക്കെ അല്ലേ? അടുത്ത് എന്താണേ നമ്മുടെ ഈ 65-ാം ഭേദഗതി എന്ന് പറയുന്നത്? 1990-ലെ 65-ാം ഭേദഗതി. VP സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. പ്രസിഡന്റ് R വെങ്കട്ടരാമനായിരുന്നു. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തതാണ് 65-ാം ഭേദഗതി. ഇതനുസരിച്ച് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 1992-ൽ എന്ത് ചെയ്തു? നിലവിൽ വന്നു. അടുത്ത് പറയുന്നത് 1991-ലെ 69-ാം ഭേദഗതി. PV നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി. R വെങ്കട്ടരാമനാണ് പ്രസിഡന്റ്. ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി നൽകി 1992-ൽ. അത് ഏത് പ്രകാരമാണ്? 1991-ലെ 69-ാം ഭേദഗതി പ്രകാരമാണ്. അനുച്ഛേദങ്ങൾ 239A, 239AB എന്നിവ കൂട്ടിച്ചേർത്തു.
അടുത്ത് നോക്കണേ, 71 ഭേദഗതി 1992 PV നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി. പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു. കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തി. അടുത്ത് നോക്കണേടേ, നമ്മുടെ PSCയുടെ ഇഷ്ടപ്പെട്ട ആളാണ് 73 ഭേദഗതി 1992 73 ഭേദഗതിയുടെ സമയത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവും പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു. പഞ്ചായത്തി രാജ് ആക്ട് അല്ലെങ്കിൽ നിയമം എന്നറിയപ്പെടുന്നത് 73 ഭേദഗതി. പഞ്ചായത്ത് രാജിൻ്റെ ഭരണഘടന സാധുത നൽകി 11ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ 11ാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 73 ഭേദഗതി 1992 പഞ്ചായത്ത് രാജ് നിയമം എന്നറിയപ്പെടുന്നു. ആർട്ടിക്കിൾ 243 മുതൽ 243 വരെ ഭരണഘടനയുടെ ഭാഗം 9 എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്തു. അപ്പോൾ പഞ്ചായത്ത് രാജ് നിയമം പിന്നെ 11ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതും 73 ഭേദഗതി പ്രകാരമാണ്. ഇനി അടുത്ത 1992 തന്നെ നമ്മുടെ നരസിംഹറാവുവിൻ്റെയും ശങ്കർ ദയാൽ ശർമ്മയുടെയും കാലഘട്ടത്തിൽ തന്നെ 74 ഭേദഗതി നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്നു. നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നൊക്കെ അറിയപ്പെടുന്നത് 74 എന്താണ് 9A ഭാഗം 9A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 243 P മുതൽ 243 ZG വരെ 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കി. ഓക്കെ അല്ലേ. അടുത്ത് പറയുന്നത് എന്താണ് 2001 84 ഭേദഗതി 2001 84 ഭേദഗതി. പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. പ്രസിഡന്റ് KR നാരായണനായിരുന്നു. ലോക്സഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലി മണ്ഡലങ്ങളുടെയും എണ്ണം 2020 വരെ എന്ത് ചെയ്തു, 26 വരെ തൽസ്ഥിതി തുടരുവാൻ വ്യവസ്ഥ ചെയ്തു. അതാണ് 84 ഭേദഗതി. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് 86 ഭേദഗതി 2002. 86 ഭേദഗതി വർഷം ഏതാ, 2002 പ്രധാനമന്ത്രി AB വാജ്പേയിയാണ്. പ്രസിഡന്റ് ആരാണ്, നമ്മുടെ APJ അബ്ദുൽ കലാം, മിസൈൽ മാൻ അല്ലേ, APJ അബ്ദുൽ കലാം. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തെ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു ഈ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം. 86 ഭേദഗതി അംഗീകാരം ലഭിച്ചത് 2002 ഡിസംബർ 12 ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും 6 to 14 ശ്രദ്ധിക്കണേ, 6 to 14 വയസ്സിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയും കുട്ടികളുടെ മൗലികാവകാശവുമായി. ആർട്ടിക്കിൾ 45 എന്ത് ചെയ്തു, ഭേദഗതി വരുത്തി. ഭരണഘടനയുടെ 45ാം വകുപ്പ് പ്രകാരം എല്ലാ കുട്ടികൾക്കും അവർക്ക് 6 വയസ്സ് തികയുന്നതുവരെ ശൈശവാരംഭത്തിൽ തന്നെ പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യുവാൻ രാഷ്ട്രം യത്നിക്കണം. ആർട്ടിക്കിൾ 51A ഭേദഗതി വരുത്തി 11ാമതായി ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. ഇതിനനുസരിച്ച് 6നും 14നും ഇടയിലുള്ള കുട്ടികൾക്ക്, ശ്രദ്ധിക്കണേ, 6നും 14നും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയായിട്ട് എന്ത് ചെയ്തു, മാറി. ഓക്കെ അല്ലേ. അതാണ് എന്തെന്ന് പറയുന്നത്, ഭേദഗതി 86, 2002 ഭേദഗതി 86 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതികൾ എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഭേദഗതികൾ കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിന് നോക്കാം. ഓക്കെ അല്ലേ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും നോക്കിയിട്ട് പോണേ. ക്ലാസ് എല്ലാവരും ഷെയർ ചെയ്യണേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.